അഡ്വക്കേറ്റ് നഹാസ്. എൻ്റെ ഏറ്റവും പുതിയ ചാനലാണ്, യൂട്യൂബ് ചാനലാണ്. ഈ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഇൻഫോമക്സ് ലീഗം എന്നാണ്. ഇതിനകത്ത് പുതിയ പുതിയ ഓരോ വീഡിയോസ് നിയമപരമായിട്ടുള്ളതും അതുപോലെ നമുക്ക് ആവശ്യമുള്ള, നമുക്ക് സാമൂഹ്യപരമായിട്ട് എന്തൊക്കെ ആവശ്യമുണ്ടോ അതുപോലത്തെ വീഡിയോസ് ഞാൻ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കിത് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇതൊക്കെ ചെയ്യണമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും എൻ്റെ ആദ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞത് കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഒരു ആക്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഒക്ടോബർ 2019 ഇത് അമെൻഡ് ചെയ്യപ്പെട്ടു. ഇത് പ്രാബല്യത്തിൽ വന്നത് 20 ജൂലൈ 2020 അപ്പോൾ ഈ നിയമത്തിനകത്ത് വന്ന എന്തൊക്കെ മാറ്റങ്ങളാണ്? ഏകദേശം 10 മാറ്റങ്ങളോളമാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. നിയമത്തിൽ ചുരുക്കം അത്യാവശ്യം നമുക്ക് അറിയേണ്ട ചില 10 മാറ്റങ്ങൾ. ഈ 10 മാറ്റങ്ങൾ നമുക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനകത്തുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെ, പഴയതും പുതിയതും തമ്മിലുള്ള പുതിയ അമെൻമെൻറ്റ് എന്തൊക്കെ? 1, ഇറ്റ്സ് കവർ ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻ. ഇ കൊമേഴ്സ് ട്രാൻസാക്ഷനിലെ എല്ലാ ഭാഗവും ഇത് കവർ ചെയ്യപ്പെടുന്നു. ദാറ്റ് ഈസ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് ചേഞ്ച്. ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള നമ്മളുടെ പർച്ചേസ് ചെയ്യുന്ന സൈറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരാതികൾ എവിടെ എങ്ങനെ ഫയൽ ചെയ്യാം, അതാണ് ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് ചേഞ്ച്. അത് എങ്ങനെ ചെയ്യപ്പെടും? ഫസ്റ്റ് ചേഞ്ച്. സെക്കൻഡ് ചേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നമ്മളിപ്പോൾ ഒരു ഷൂവിൻ്റെ കളർ റെഡ് കണ്ടു, പക്ഷേ നമുക്ക് വന്ന സാധനം ബ്ലാക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾക്ക് ഇതിനെതിരെ ഫയൽ ചെയ്യാം. ദാറ്റ് മീൻസ് നമ്മൾക്ക് ഇത് കേസാക്കാം. ദാറ്റ് ഈസ് ദ സെക്കൻഡ് മെയിൻ ചേഞ്ച്. ഇനി ഈ വരുന്ന പ്രശ്നങ്ങൾ എവിടെ ഫയൽ ചെയ്യപ്പെടും? നേരത്തെ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ എവിടെയാണോ, അല്ലെങ്കിൽ ഗുരാഗോൺ അല്ലെങ്കിൽ മഹാരാഷ്ട്ര മുതലായ സ്ഥലങ്ങളിൽ ഫയൽ ചെയ്യുകയാണെങ്കിൽ, നിലവിൽ ഇപ്പോൾ ഇത് ഫയൽ ചെയ്യപ്പെടാം എവിടെ വേണമെങ്കിലും, എനിവെയർ ഇൻ ഇന്ത്യ. ദാറ്റ് ഈസ് ദ മെയിൻ തേർഡ് ചേഞ്ച് ഇൻ ദിസ് ആക്ട്. എനിവെയർ ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഞാനിവിടെ കൊല്ലം ജില്ലയിലെ പത്തനാപുരത്താണെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് ഡൽഹിയിലുള്ള ഈ പ്രോഡക്റ്റ് അയച്ചു തന്നവർക്കെതിരെ ഇവിടെ നിന്ന് ഫയൽ ചെയ്യാം. അതാണ് തേർഡ് ചേഞ്ച്. ഈ തേർഡ് ചേഞ്ചിൻ്റെ 4ാമത്തെ ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് എന്ന് പറയുമ്പോൾ വെയർ ടു ഫയൽ, ഹൗ ടു ഫയൽ എന്ന് പറയുമ്പോൾ ഈ ഫയലിംഗ് ആണ് നമ്മുടെ മുമ്പിൽ ഈ ആക്ട് കൊണ്ടുവരുന്നത്. നമ്മൾക്ക് നമ്മുടെ വീട്ടിലിരുന്ന് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ, നെറ്റിൻ്റെ സഹായത്തോടെ നമ്മൾക്ക് ഈ ഫയലിംഗ് ചെയ്യാം. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ച്. നമുക്ക് ഈ പ്രോഡക്റ്റുകൾക്ക് അല്ലെങ്കിൽ ഈ കൊമേഴ്സ് ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ ഇത് ഈ ഫയലിംഗ് ചെയ്യാം. അതുകൂടാതെ തന്നെ ഇവരുടെ എല്ലാം സൈറ്റിൽ ഒരു കൺസ്യൂമർ ഓഫീസ് അതോറിറ്റി, അതായത് ഇതിൻ്റെ പരാതി കൊടുക്കാനുള്ള ഒരു അതോറിറ്റി അല്ലെങ്കിൽ ഒരു സെക്ഷൻ എല്ലാ സൈറ്റുകൾക്കും ഉണ്ടാവണം. അതാണ് മെയിൻ ചേഞ്ച്. ഇനി ദ പെക്യൂനറി ജൂറിസ്ഡിക്ഷൻ, അതാണ് നമ്മുടെ 5ാമത്തെ ചേഞ്ച്. പെക്യൂനറി ജൂറിസ്ഡിക്ഷൻ. ഈ പെക്യൂനറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ 3 ഫോറങ്ങളാണ്. ഒന്ന് ജില്ലാ ഫോറം, സംസ്ഥാന ഫോറം, ദേശീയ ഫോറം. ഡിസ്ട്രിക്ട് ഫോറത്തിൽ നമുക്ക് നേരത്തെ 20 ലക്ഷമാണെങ്കിൽ നിലവിൽ അത് 1 കോടി രൂപയായി. സ്റ്റേറ്റ് ഫോറത്തിൽ നേരത്തെ 20 മുതൽ 1 കോടിയാണെങ്കിൽ അത് 1 കോടി മുതൽ 10 കോടി രൂപ വരെയായി. നാഷണൽ കമ്മീഷനിൽ നേരത്തെ എബോവ് 1 കോടിയാണെങ്കിൽ നിലവിൽ അത് എബോവ് 10 crore 10 കോടിക്ക് മുകളിൽ നാഷണൽ കമ്മീഷന് ഫയൽ ചെയ്യാം. അതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് ചേഞ്ച്. ഇനി നെക്സ്റ്റ് ചേഞ്ച് എന്ന് പറയുമ്പോൾ 7ാമത്തെ ചേഞ്ച്, പണിഷ്മെൻറ്റ് ഫോർ മിസ്ലീഡിങ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പണിഷ്മെൻറ്റ് ഫോർ മിസ്ലീഡിങ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പല നടീനടന്മാരും പല ഇതിനകത്ത് പരസ്യത്തിൽ അഭിനയിക്കുന്നവർക്കെതിരെ നമുക്ക് നിയമപരമായിട്ട് നടപടിയെടുക്കാൻ സാധിക്കും. നമ്മളെ മിസ്ലീഡ് ചെയ്ത ഒരു പ്രോഡക്റ്റിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയാണെങ്കിൽ അങ്ങനെ എത്തിക്കുന്നവർക്കെതിരെ 2 വർഷം വരെ ശിക്ഷയും 5 ലക്ഷം രൂപ വരെ ഫൈനും. ഇത് സബ്സിക്വൻ്റ് ആയിട്ട് വീണ്ടും അവർ അതേ സെയിം അതിനകത്ത് അഭിനയിച്ച് നമ്മളെ മിസ്ലീഡ് ചെയ്യുകയാണെങ്കിൽ അവർ 5 വർഷം വരെ ശിക്ഷയും അതുപോലെ 10 ലക്ഷം രൂപ വരെ ഫൈൻ അടയ്ക്കാനുള്ള അല്ലെങ്കിൽ നമുക്ക് തരാനുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ചാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഈസ് CCPA, സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇത് നമുക്ക് സുവമോട്ടോ ബാക്കി ആരും കംപ്ലൈൻറ്റ് കൊടുത്തിട്ടില്ല. ഒരു പ്രോഡക്റ്റിൻ്റെ പുറത്ത് എന്തെങ്കിലും കംപ്ലൈൻറ്റോ മിസ്ലീഡിങ്ങോ എന്തെങ്കിലും ഉണ്ടായാൽ ഇവർക്ക് സുവമോട്ടോ കേസ് എടുക്കാം. ദാറ്റ് ഈസ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് ഇൻ ദിസ് ആക്ട്. അതെന്ന് പറയുമ്പോൾ CCPA എന്ന് പറയുന്നത് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി എന്ന് പറയുന്നത് അത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു അതോറിറ്റിയാണ്. ഇനി നെക്സ്റ്റ് വൺ ഈസ് 8th വൺ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും എല്ലാ ബില്ലുകൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ബില്ലിനടിയിൽ ഗുഡ്സ് കനോട്ട് ബി ടേക്കൺ ബാക്ക് എന്ന് പറഞ്ഞ് എഴുതി കാണും.
നമ്മൾ പലപ്പോഴും സ്ഥലങ്ങളിലും തുണിയെടുക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ചെരുപ്പെടുക്കാൻ പോകുമ്പോൾ പലപ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു വാചകം കാണും, ഇനി മുതൽ ഈ വാചകം ആ ബില്ലിനടിയിൽ കാണാൻ പാടില്ല, അങ്ങനെ ഗുഡ്സ് കനോട്ട് ബി ടേക്കൺ ബാക്ക് എന്ന് പറഞ്ഞ് എഴുതി വെക്കാൻ പാടില്ല. കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 30 ദിവസത്തിനകത്ത് ഇത് തിരികെ മാറ്റി കൊടുക്കണം. കളർ വ്യത്യാസം, എന്തെങ്കിലും ഡാമേജുകൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു നിയമം ഉപഭോക്താവിന് വളരെ ഉപകാരപ്രദമായിട്ട് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അമെൻമെന്റ് ആക്ടിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. പിന്നീട് അടുത്തത് എന്താണെന്ന് വെച്ചാൽ 9th one, ഉൽപ്പന്നങ്ങൾ. ഈ പറയുന്ന ഉൽപ്പന്നങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ, ഉൽപ്പന്നങ്ങൾക്ക് കേടുപാട് സംഭവിക്കാന്ന് വെച്ചാൽ എൻ്റെ മുമ്പിലിരിക്കുന്ന ലെനോവോ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ എക്സാമ്പിളായിട്ട് ഒരു മൊബൈൽ A1 എന്ന് പറഞ്ഞൊരു മൊബൈൽ സീരീസിനകത്ത് നമ്മൾ പർച്ചേസ് ചെയ്യപ്പെട്ടു. അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കുത്തിയിട്ടപ്പോൾ അത് പൊട്ടിത്തെറിച്ചു. പലപ്പോഴും നമ്മൾ ഈ വാർത്ത കേൾക്കുന്നതാണ്. പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ ഈ പൊട്ടിത്തെറിക്കുന്നത് നമ്മൾക്ക് തിരികെ വേറൊരു ഫോൺ തന്നെ മാറുകയാണ് പതിവ്. പക്ഷേ ഇനിയും വരുന്ന ഈ നിയമത്തിന്റെ പ്രാബല്യത്തിൽ വരുന്നത് ആ സീരീസ് ഓഫ് മൊബൈൽ, അതായത് A1 എന്ന് പറയുന്ന ആ സീരീസ് ഓഫ് മൊബൈലിന്റെ പ്രൊഡക്ഷൻ മുഴുവനും സ്റ്റോപ്പ് ചെയ്യപ്പെടണം. അതാണ് ഈ പുതിയ നിയമത്തിനകത്തുള്ള മെയിൻ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ ഈസ് 10th, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ബ്ലോഗ് ചെയ്യുന്നവർ, യൂട്യൂബ് ചാനൽ ചെയ്യുന്നവർ, ഈ ചാനൽ ചെയ്യുന്നവരൊക്കെ ചിലപ്പോൾ പർച്ചേസിങ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉൽപ്പന്നങ്ങൾ നമ്മളെ പരിചയപ്പെടുത്താറുണ്ട്. ഇങ്ങനെ നമ്മൾ പരിചയപ്പെടുന്ന ഉൽപ്പന്നം വാങ്ങിച്ച് എന്തെങ്കിലും മിസ്ലീഡിംഗ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ, നമ്മൾക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ സംഭവിച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവർക്കെതിരെയും കേസ് ഫയൽ ചെയ്യാം. അതാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം. ഇങ്ങനെ ഉപകാരപ്പെടുന്ന 10 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനിയും ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ സാധാരണക്കാരന് ഒരു പരിധിവരെ ഉപകാരപ്പെടുന്ന കൺസ്യൂമർ ആക്ടിന് അമെൻമെന്റ് ആക്ടിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. നമ്മളിത് യൂസ്ഫുൾ ആയിരിക്കണം. നമ്മൾ കൺസ്യൂമർ എന്ന നിലയിൽ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആവണം. അപ്പോൾ നമ്മൾ ഈ നിയമങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. ആദ്യം നമ്മളെ ആരും കളിപ്പിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. ഇതിനെതിരെ നമ്മൾക്ക് ഒരു വക്കീലിന്റെ സഹായം തേടാം, അല്ലെങ്കിൽ സ്വയമായിട്ട് നമുക്ക് ഈ നിലവിലത്തെ നിയമം അനുസരിച്ച് നമുക്ക് ഫയലിംഗ് പോലുള്ള സിസ്റ്റത്തിലും ഇന്ത്യയിൽ എവിടെ നിന്നും ഫയൽ ചെയ്യാനുള്ള സിസ്റ്റം വന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും നമുക്ക് സ്വമേധയാൽ നമ്മൾ ഒറ്റയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഈ കേസുകൾ നടത്തപ്പെടാം. അതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ടും ഉപകാരപ്പെടുന്ന ഒരു ആക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ ഇഷ്ടപ്പെട്ട വീഡിയോ ആണെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഇനിയും അടുത്ത വീഡിയോകൾ ചെയ്യാൻ എനിക്കൊരു ഊർജ്ജത ഉണ്ടാവും. അപ്പോൾ ഇനിയും പുതിയ വിഷയങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നതിനും വരെ ബൈ.